ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ്, ആസാദ് ടവർ, താഴെപ്പാലം, തിരൂർ. തിരുത്തൃക്കണ്ടിയൂർ വേട്ടയ്ക്കൊരു മകൻകാവ് ക്ഷേത്രത്തിന് തീപിടിച്ചു. വെള്ളിയാഴ്ച രാത്രി 8 മണിയോടെയാണ് സംഭവം. ക്ഷേത്രത്തിന്റെ മേൽക്കൂരയിലാണ് തീ പടർന്നത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ നാട്ടുകാർ ഓടിയെത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. തിരൂരിൽ നിന്നും അഗ്നിരക്ഷാസേനയും എത്തിയാണ് തീ പൂർണ്ണമായും അണച്ചത്. തിരുത്തൃക്കണ്ടിയൂർ വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിന്റെ മേൽക്കൂരയ്ക്കാണ് തീപിടിച്ചത്. മേൽക്കൂര ഭാഗികമായി കത്തിനശിച്ചു. ക്ഷേത്രത്തിന് മുമ്പിലൂടെ പോകുകയായിരുന്ന ബൈക്ക് യാത്രക്കാരും നാട്ടുകാരും ഉടനെ തീ അണച്ചതിനാൽ തീ വ്യാപിച്ചില്ല. നാട്ടുകാർ അറിയിച്ചത് പ്രകാരം എത്തിയ അഗ്നിരക്ഷാസേന തീ പൂർണ്ണമായും അണച്ചു. വെള്ളിയാഴ്ച രാത്രി നട അടച്ച ശേഷം 8:30-യോടെയാണ് സംഭവം. ഇതുവഴി ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്ന കൈനിക്കര സ്വദേശികളായ നൗഫൽ, ബാസിൽ, തൃക്കണ്ടിയൂർ ക്ഷേത്ര ജീവനക്കാരനായ ഹരിദാസ്, സന്തോഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് നാട്ടുകാർ തീയണച്ചു തുടങ്ങിയത്. 3/4 മണിക്കൂറോളം പരിശ്രമിച്ചാണ് തീയണയ്ക്കാനായത്. ഒരു 7 മണിക്കാണ് ഏകദേശം ആൾക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് അമ്പലത്തിൻ്റെ മുകൾ ഭാഗം കത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മെയിൻ റോഡിൽ ഭയങ്കര ട്രാഫിക് ബ്ലോക്കൊക്കെ ആയതിനെക്കൊണ്ട് അധികം ബൈക്കുകൾ ഒക്കെ കൂടി ഇത് കൂടിയാണ് പോകുന്നത്. അപ്പോൾ അവരെ ശ്രദ്ധയിൽപ്പെട്ടതിനെ കൊണ്ടാണ് ഇത് പെട്ടെന്ന് ഇവിടെയുള്ള ആൾക്കാരും അമ്പലത്തിലെ ജീവനക്കാരൊക്കെ കൂടി വന്നിട്ട് ഇത് തീ അണയ്ക്കാൻ ഇതാക്കിയതും. അപ്പോഴേക്കും ഫയർഫോഴ്സ് വന്നു. പക്ഷേ ഫയർഫോഴ്സിൻ്റെ വണ്ടിക്ക് ഇങ്ങോട്ടേക്ക് കടക്കാനായില്ല, വലിയ വണ്ടിക്ക്. കാരണം ഈ റോഡ് ലേശം വീതി കൂട്ടിയപ്പോൾ ഇലക്ട്രിക് പോസ്റ്റ് മാറ്റാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് മാറ്റാത്തതിനെ കൊണ്ട് ഇവിടെ പല അപകടങ്ങളും പലതും ഉണ്ടായിട്ടും ഫയർഫോഴ്സിന് വരാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ ചെറിയൊരു വണ്ടി വന്നിട്ടാണ് ആദ്യം ഈ തീ എല്ലാം കെടുത്തിയത്. നാട്ടുകാരൊക്കെ കൂടി കെടുത്തിട്ടുള്ളത്. ഏകദേശം ഇതെല്ലാം ഒരു 5-8 മണിക്കൂറോളം എല്ലാവരും കൂടെ പണിയെടുത്തതിന് ശേഷമാണ് ഇത് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തി ഇങ്ങനെ തീ കെടുത്താൻ പറ്റിയിട്ടുള്ളത്. എക്സിക്യൂട്ടീവ് ഓഫീസർ VC സതീഷ് കുമാർ സ്ഥലം സന്ദർശിച്ചു. കോഴിക്കോട് സാമൂതിരി ദേവസ്വം വകയുള്ളതാണ് ക്ഷേത്രം. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല.